പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം മനുഷ്യൻ വിഭാവനം ചെയ്യുന്നതിന് അപ്പുറത്താണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി ഞാൻ വിഭാവനം ചെയ്യുന്നതിനും വ്യത്യസ്തമാണ്. ഞാൻ കണ്ട കാഴ്ചകളോ ഞാൻ കണ്ട സ്വപ്നങ്ങളോ ഒന്നുമല്ല എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ദൈവികാരണ സൗഖ്യാരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ചങ്കിനുള്ളിൽ ഉണ്ടാവേണ്ട ചിന്ത ഇങ്ങനെയാണ്: ദൈവമേ, നിനക്ക് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നീ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. നമുക്ക് കാണാൻ സാധിക്കും അബ്രാഹത്തിന്റെ ജീവിതം. ഒന്നുമില്ലാതിരുന്ന അബ്രാഹത്തെ ദൈവം കൈപിടിച്ചുയർത്തിയ. പിന്നീട് അബ്രാഹത്തോട് പറയുകയാണ്, നിന്റെ പിതൃദേശത്തെയും നിന്റെ ഭവനത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചൊരു ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ഈ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം തന്നെയാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പറയാനുള്ളത്, എന്നെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. എന്നാൽ അബ്രാഹം മുന്നോട്ട് പോവുകയാണ്. അബ്രാഹത്തിന്റെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. മക്കളില്ലാതെ വേദനിക്കുന്ന അബ്രാഹത്തെയും സാറായിയും. എന്നാൽ ദൈവമായ കർത്താവ് അബ്രാഹത്തോട് 75-ാമത്തെ വയസ്സിൽ വാഗ്ദാനം ചെയ്യുകയാണ്, നിനക്ക് മക്കളുണ്ടാവും. എങ്ങനെയാ മക്കളുണ്ടാവുന്നേ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി പരമ്പരയുണ്ടാവും. ഇതിനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ കാണുന്നുണ്ട്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടുകൂടെ വിശ്വസിച്ചു. 100 വയസ്സായ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം വ്യതിചലിച്ചില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. അതിനാൽ അവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തോട് പറയുക, നിനക്ക് സന്തതി പരമ്പരയുണ്ടാവും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും. എന്നാൽ അബ്രാഹം സാറെ മുന്നോട്ട് പോകുക. അവിടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കി കഴിയുമ്പോഴും അവർക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും സാറയുടെ അവസ്ഥ എന്താ? ഇനി എനിക്ക് കുഞ്ഞൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എത്ര കാലമായി കാത്തിരിക്കുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനി ഞങ്ങൾക്ക് കുഞ്ഞൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെയാണ് നാം കാണുന്നത്, ഈ സാറ അബ്രാഹത്തെ ഉപദേശിക്കുന്ന ഇങ്ങനെയാ. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ. ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ ഒരു പ്രായോഗികമായ ചിന്ത ഇങ്ങനെയാണ്: ഇതാ, സാറയ്ക്ക് ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടായില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ദാസിമാരിൽ ഈ ഹാഗാർ എന്ന് പറയുന്ന ദാസിയുണ്ടല്ലോ, അവളെ പ്രാപിക്കുക, അവളിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല, മറിച്ച് സാറയുടെ പ്രായോഗിക ബുദ്ധിയാണ്. നമുക്ക് മക്കളില്ല, അതുകൊണ്ട് സാറ പ്രായോഗികമായ ഒരു ബുദ്ധി അബ്രാഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദേശത്തിന്റെ ചടങ്ങൊക്കെ അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് ഭാര്യയിൽ കുഞ്ഞുണ്ടാവാൻ സാധിച്ചില്ലെങ്കിൽ ദാസിയിൽ ഒരു കുഞ്ഞുണ്ടാകട്ടെ. പക്ഷേ ദൈവം അവരോട് വാഗ്ദാനം ചെയ്ത് അങ്ങനെയല്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തെ അവർ തള്ളിക്കഴിഞ്ഞുകൊണ്ട് ഈ സാറയുടെ പ്രായോഗിക വാഗ്ദാനത്തിലേക്കും ഈ പ്രായോഗികമായ ബുദ്ധിയിലേക്കും അവർ കടന്നുപോകുക. അങ്ങനെ ആദ്യത്തെ ദാസിയായ ഈ ഹാഗാറിൽ അബ്രാഹത്തിന് ഒരു കുഞ്ഞുണ്ടാവുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കാണുകയാണ് അബ്രാഹം മകനെ ഓർത്ത് വളരെ അസ്വസ്ഥനായി. വചനം ഇങ്ങനെയാ പറയുന്നത്, അബ്രാഹത്തിന് 100 വയസ്സപ്പോ ആയപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. എന്നാൽ ഈ സമയത്ത് ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ഓടി നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ പിന്നീട് സാറയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത അസൂയയും അസ്വസ്ഥയും തോന്നി തുടങ്ങി. ഈ സാറ തന്നെ വീണ്ടും അബ്രാഹത്തോട് പറയുകയാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾ ഉപേക്ഷിക്കണം, ഈ കുഞ്ഞിനെ നിങ്ങൾ തള്ളിക്കളയണം. എന്താണ് ചെയ്തതെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഈ കുഞ്ഞിനെ മരുഭൂമിയിലേക്ക്
തള്ളിക്കളയുവാൻ ഈ സാറ ആവശ്യപ്പെടുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിനെ മരുഭൂമിയിലേക്ക് തള്ളിക്കളയാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം, ദൈവം ഇത്രമാത്രം ക്രൂരനാണോ? ഒരു കുഞ്ഞിനെ നൽകി അതിനുശേഷം ഈ കുഞ്ഞിനെ മരുഭൂമിയിലേക്ക് തള്ളിക്കളയാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ദൈവത്തിന്റെ പദ്ധതികളെ അവിശ്വസിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ രൂപപ്പെടുത്തിയ പ്രായോഗികവാദങ്ങളെ നീ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സാറയുടെ പ്രായോഗിക ബുദ്ധിയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി വിട്ട് ഇതാ ഈ ദാസിയിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. എന്നാൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, നിന്റെ ബുദ്ധി ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നോക്കേണ്ട കാര്യമാണ്, നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് ഓരോ ദൈവമക്കൾക്കും പറയാൻ സാധിക്കണം. അതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുകയാണ്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത കാര്യം ദൈവം ഈ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ആകുലതകളുണ്ട്, വേവലാതികളുണ്ട്. നമ്മുടെ പ്രായോഗികമായ ബുദ്ധി മുഴുവൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഹാഗാറിന്റെ ജീവിതം, സാറായുടെ ജീവിതം, അബ്രാഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക, നിന്റെ പ്രായോഗിക ബുദ്ധികളൊക്കെ ഉണ്ടല്ലോ, ദൈവത്തിന്റെ സന്നിധിയിൽ അടിയുറ വെച്ചുകൊണ്ട്, ദൈവമേ എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. മനുഷ്യൻ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് ഓരോ മക്കൾക്കും പറയാൻ സാധിക്കണം, ഓരോ മക്കൾക്കും തിരിച്ചറിയാൻ സാധിക്കണം. ഒരുപക്ഷെ കടബാധയിൽ മുങ്ങിയിരിക്കുന്ന കുടുംബമായിരിക്കാം, എന്നാൽ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്റെ മുമ്പിൽ എന്താണ് ആശ്രയം? സ്ഥലം വിട്ടു പോകുന്നില്ല, ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, സ്നേഹിച്ചവരെ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ആ സഹനത്തിലൂടെ നീ കടന്നു പോകണമെന്ന നിന്റെ ദൈവം ആഗ്രഹിക്കുന്നേ. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യം നിന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധിച്ചുവെങ്കിൽ, നിന്റെ ചങ്കിനുള്ളിൽ ഈ ദൈവം എന്റെ ജീവിതത്തെ പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന ഏതൊക്കെ രീതിയിലുള്ള കൽഭരണികൾ, നിന്റെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന മതിലുകളുണ്ടല്ലോ, ആ മതിലുകളെ മുഴുവൻ തകർക്കാൻ ദൈവിക പദ്ധതിക്ക് നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിനക്ക് സാധിച്ചു കിട്ടും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ കാണിയ തിരുവചനത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നു 6-ാം അധ്യായം. ഇവിടെ നാം കാണുകയാണ്, ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനമുണ്ടല്ലോ, അവർ ജെറീക്കോ കോട്ട തകർക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. അങ്ങനെ 6 ദിവസം നടക്കണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുന്നിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും ചെയ്യണം. ഇസ്രായേൽ ജനത്തിന് നേതൃത്വം, ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ട തകർക്കാൻ പോവുക. ഈ ജെറീക്കോ കോട്ട തകർക്കണമെങ്കിൽ നമ്മുടെ പ്രായോഗികമായ ബുദ്ധി എന്താ? നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കണം. ആയുധധാരിയായി ചെന്നുവെങ്കിൽ മാത്രമേ അതിൻ്റെ മേൽ നമുക്ക് കോട്ട തകർക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല, അതിൽ വിഭിന്നമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ കോട്ട തകർക്കണമെങ്കിൽ ഈ പുരോഹിതരോട് പറയുകയാണ്, വാഗ്ദാന പേടകത്തിന്റെ ചുറ്റും 6 ദിവസം ഓരോ പ്രാവശ്യം നിങ്ങൾ നടക്കണം. ഈ കോട്ടയ്ക്ക് ചുറ്റും ഓരോ പ്രാവശ്യം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കുകയോ? വീണ്ടും ദൈവമായ കർത്താവ് പറയുക, 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം. നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ,
ഇവിടെയാണ് നാം കാണേണ്ടത്. ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണോ, ദൈവത്തിന്റെ സ്വരം എന്താണോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവജനം ഇറങ്ങി പുറപ്പെടുക. ഈ പുരോഹിതന്റെ പിന്നാലെ ദൈവജനവും നടക്കാൻ തുടങ്ങി. ഇതാ 7ാമത്തെ ദിവസം 7ാമത്തെ പ്രാവശ്യമുണ്ടല്ലോ, ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും അവർ നടന്നു കടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആയുധധാരികളല്ല, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് ഇസ്രായേൽ ജനം നടന്നപ്പോൾ ഈ ജെറിക്കോ കോട്ട തകർന്ന് വീഴുകയാണ് കാണുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ഉടനീളം നമ്മൾ കാണുക മനുഷ്യന്റെ പ്രായോഗിക ബുദ്ധികളൊക്കെ അടിയറവ് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ സ്വരം എന്താണോ, ദൈവത്തിന്റെ വാഗ്ദാനം എന്താണോ, ഇത് ജനം തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ എല്ലാ വിജയങ്ങളും ഉണ്ടായത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നവരാ. നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പ്രായോഗികമായ ബുദ്ധിയ, നമ്മൾ പഠിച്ചിരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും എല്ലാമാണ് നമ്മൾ ഓരോരുത്തർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം അധ്യായം. അവിടെ നാം കാണുകയാണ് സിറിയയിലെ സൈന്യാധിപനായ നാമാനെ കുറിച്ച് പറയുകയാണ്. ഈ നാമാൻ എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ രാജാവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ് സിറിയയിലെ രാജാവിന്റെ സൈന്യാധിപനായ നാമാൻ. ഈ നാമാൻ അദ്ദേഹം നല്ല മിടുക്കനായ സൈന്യാധിപൻ, സർവ്വ സൈന്യാധിപനായി രാജാവിന് വേണ്ടി സൈനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ. ഈ സമയത്ത് ഈ നാമാന്റെ ശരീരം മുഴുവൻ കുഷ്ഠം ബാധിച്ചിരിക്കുക. കുഷ്ഠം ബാധിച്ച് ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി പക്ഷേ രാജാവിന് പ്രിയപ്പെട്ടവനാ. സിറിയയിലെ രാജാവിന്റെ സർവ്വ സൈന്യാധിപനാ നാമാൻ. ഈ സമയത്ത് തന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തന്റെ വേദനകളും തന്റെ സഹനവും ആ കുടുംബത്തിൽ ഒരു വ്യക്തി കാണുന്നുണ്ട്. അവിടുത്തെ വേലക്കാരി പെണ്ണ്. ഈ വേലക്കാരി പെണ്ണ് ഈ സർവ്വസൈന്യാധിപന്റെ ഭാര്യയോട് പറയുക, ഞങ്ങളുടെ ദേശത്ത് ഒരു ദൈവദൂതനുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് എലീശ. ആ എലീശയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ കുഷ്ഠരോഗം ഉണ്ടല്ലോ, ആ കുഷ്ഠരോഗം അദ്ദേഹം സുഖപ്പെടുത്തുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സർവ്വസൈന്യാധിപനായ നാമാൻ കേൾക്കുകയാണ്, ഇങ്ങനെ ഈ ദേശത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് ഒരു എലീശ എന്ന് പറയുന്ന ഒരു ദൈവദൂതനുണ്ട്, പ്രവാചകരുണ്ട്. രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ദൈവദൂതന്റെ അടുക്കിലേക്ക് ഒന്ന് പോകണം, ചികിത്സ നേടി ചോദിച്ചോണ്ട്. അങ്ങനെ രാജാവിന്റെ അനുഭവത്തോടുകൂടെ ഒരുപാട് സൈന്യാധിപന്മാരുമായിട്ട് അദ്ദേഹം പോവുകയാണ് ഇസ്രായേലിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അദ്ദേഹം വിചാരിച്ചു, ഇത്രയും വലിയ സർവ്വ സൈന്യാധിപൻ സിറിയയിൽ നിന്ന് വരുന്നു, അപ്പോൾ എലീശ പ്രവാചകൻ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിക്കുമെന്ന്. എന്നാൽ എലീശ പ്രവാചകൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിന് ഒരു ആത്മീയ ജ്ഞാനമുണ്ട്. ഇങ്ങനൊരു വ്യക്തി വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേവകനെ വിട്ടിട്ട് പറഞ്ഞു, എലീശ പ്രവാചകൻ ആ വന്നിരിക്കുന്ന സർവ്വ സൈന്യാധിപനായ നാമാനോട് പറയുക, 7 പ്രാവശ്യം ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഇത്രയും ദൂരം താണ്ടി വന്നിരിക്കുക, അതും അതിരാവിലെ വന്നിരിക്കുക. സ്വാഭാവികമായിട്ടും സിറിയയിലെ സർവ്വ സൈന്യാധിപനായ വ്യക്തി രാജാവിന്റെ കത്തും പിടിച്ച് വന്നിരിക്കുന്നു. എങ്ങനെ പോയാലും വന്നു കഴിഞ്ഞ് എന്നെ സ്വീകരിച്ച് എനിക്കൊരു കാപ്പിയൊക്കെ തന്ന്, അതുപോലെ തന്നെ എന്താണ് എൻ്റെ അസുഖങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി 2 സ്കാനിങ്ങും ഒരു MRI ഒക്കെ ചെയ്തിട്ട് ദേ ഇന്ന കാര്യങ്ങൾ ചെയ്തോ എന്നല്ല പറയുക. എന്നാൽ ഈ നാമാൻ എന്താ ചെയ്തെന്നറിയോ? 7 പ്രാവശ്യം പോയി ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുക. ഈ മനുഷ്യന്റെ പ്രായോഗികമായ ബുദ്ധിയായിരുന്നു എന്നെ വന്ന് ഈ എലീശ പ്രവാചകൻ വന്ന് സ്വീകരിക്കും. എന്നാൽ അവിടെ നാം കാണുക, ഇതല്ല ദൈവത്തിന്റെ പദ്ധതി.
ഈ സമയത്ത് ഈ മനുഷ്യൻ, ഈ സർവ്വസൈന്യാധിപനായ വ്യക്തിയുണ്ടല്ലോ നാമാൻ, ഈ നാമാൻ കൂടെയുള്ള വന്നിരിക്കുന്ന സർവ്വ സൈന്യാധിപന്മാരോട് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ എന്തിനാ ഇത്രയും ദൂരം താണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത്? നമ്മുടെ ദേശത്ത് എത്രയോ കുളങ്ങളുണ്ട്, ആ കുളത്തിൽ പോയി കുളിച്ചുകൂടെ? നദികളുണ്ട്, നദികളിൽ പോയി കുളിച്ചുകൂടെ? നമ്മൾ എന്തിനാ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നിരിക്കുന്നത്? നാമാൻ എന്തെന്നില്ലാത്ത അമർഷം ഉണ്ടാവുന്നേ. ഈ സമയത്ത് സർവ്വ സൈന്യാധിപനായ നാമാനെ കൂടെ വന്നിരിക്കുന്ന ബാക്കി സൈന്യാധിപന്മാര് ഇങ്ങനെ ഉപദേശിച്ചു. ഇതിന് പകരം നമ്മളോട് ചോദിക്കുക, 2 കിലോ സ്വർണം തരാൻ പറഞ്ഞാൽ നമ്മൾ സ്വർണം കൊണ്ടേ കൊടുത്തേരെ, അല്ലെങ്കിൽ ഒരു കിരീടം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നമ്മൾ കിരീടം കൊണ്ടേ വെച്ചേരെ, അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് വെള്ളിയെ ചോദിച്ചെങ്കിൽ നമ്മൾ വെള്ളി കൊണ്ടേ കൊടുത്തേരെ, അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് കാശ് ചോദിച്ചെങ്കിൽ നമ്മൾ കാശ് കൊണ്ടേ കൊടുക്കാൻ തയ്യാറായേനെ. എന്നാൽ ഈ എലീഷ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു നിസ്സാര കാര്യമല്ലേ, 7 പ്രാവശ്യം നമുക്ക് ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ നാമാനുണ്ടല്ലോ, സർവ്വസൈന്യാധിപൻ ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നാമാന് സംഭവിച്ചത്? വചനം പറയുകയാണ്, ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി, അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റെത് പോലെയായി. വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഇതിന് പകരം സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ച്, ഞാൻ ഇത്രയും ദൂരം ഇവിടേക്ക് കടന്നു വന്നപ്പോ ഇങ്ങനെയാണല്ലോ എന്നോട് പ്രവാചകൻ പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുമായിരുന്നു. ഇതാ നമുക്ക് പറഞ്ഞു തരുന്നേ, നമ്മുടെ പ്രായോഗിക ബുദ്ധികളൊക്കെ താഴെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കാണുക സാറ, ഈ സാറയുടെ പ്രായോഗിക ബുദ്ധി ഉണ്ടല്ലോ, അതിനെ വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് അവിടുന്ന് പറഞ്ഞു, ഈ ദൈവമായ കർത്താവ് അവരിലൂടെ പ്രവർത്തിച്ച് ആ ഹാഗാറിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞിനുണ്ടല്ലോ, ആ കുഞ്ഞിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നാം വചനത്തെ കാണുക, ഈ നാമാൻ കുഷ്ഠരോഗം മുഴുവൻ പിടിച്ചിരിക്കുക. ഈ നാമാന്റെ കുഷ്ഠരോഗം മാറണമെങ്കിൽ 7 പ്രാവശ്യം ജോർദാൻ നദി മുങ്ങിക്കുളിക്കുക. നിസ്സാരമായ കാര്യ, പക്ഷെ ഈ നിസ്സാരമായ കാര്യം അനുസരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ നാമാന് സൗഖ്യം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളും നമ്മുടെ ജീവിതങ്ങളെ ചോദിക്കേണ്ട കാര്യ, ഈ പ്രായോഗികമായ ബുദ്ധികളൊക്കെ നമ്മുടെ മുന്നിൽ പലതും വരുന്നുണ്ട്. ഈ പ്രായോഗികമായ ബുദ്ധികളൊക്കെ ദൈവത്തിന്റെ സ്വരമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുക, നമ്മുടെ മക്കളുടെ പഠനങ്ങളൊക്കെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന നമ്മുടെ മക്കളൊക്കെ, അപ്പോൾ ഒരു അപ്പനും അമ്മയും അവിടെ പ്രായോഗിക ബുദ്ധി വിട്ടുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കണം. എല്ലാവരും പോകുന്നു എന്ന് എൻ്റെ മോനും പൊക്കോട്ടെ. ദൈവത്തിന് ആ കൊച്ചിനെ കുറിച്ചുള്ള പ്രായോഗികമായ ബുദ്ധി എന്താ, ദൈവം ആ കൊച്ചിനെ കുറിച്ചുള്ള എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്, ഇത് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വിവാഹ ആലോചനകൾ വരുന്നു. ഈ വിവാഹ ആലോചന വരുമ്പോ ഈ കാർന്നവന്മാര് പ്രായോഗികമായ ബുദ്ധിയല്ല, ദൈവത്തോട് ആലോചന ചോദിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ സ്ഥലം വീതം വെക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ പ്രായോഗികമായ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ഇന്ന് പറയുക, നിന്റെ പ്രായോഗികമായ ബുദ്ധിയൊക്കെ അടിയറ വെച്ച് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നീ തയ്യാറായി കഴിയുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രവർത്തിക്കുന്നത്. നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചു ഈ ലോകത്തിന്, നമ്മുടെ പ്രായോഗികമായ ബുദ്ധി അനുസരിച്ചാണോ നമ്മുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയിരിക്കുന്നത്? എന്നാൽ ഓരോ വ്യക്തിക്കും പറയാൻ സാധിക്കും, പലതും നമ്മൾ സ്വപ്നം കണ്ടു,
പലതും നമ്മൾ വിഭാവനം ചെയ്തു. ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടന്ന ദൈവത്തിന്റെ പദ്ധതികളാ നമ്മുടെ ജീവിതത്തിൽ നടന്ന്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രായോഗികമായ ബുദ്ധികളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറവ് വയ്ക്ക്. ദൈവത്തിന്റെ സ്വരം ഒന്ന് കേക്ക്. അബ്രാഹാം ദൈവത്തിന്റെ സ്വരം കേട്ടു. ഇതുപോലെ തന്നെ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വരം കേട്ടു. നാമാൻ ദൈവത്തിന്റെ സ്വരം കേട്ടു. അവിടെയെല്ലാം സൗഖ്യങ്ങളും വിജയങ്ങളും അത്ഭുതങ്ങളും കാണാൻ സാധിച്ചു. എങ്കിൽ ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധന ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന സമയമാ. വചനം പറയുന്നു, വെളിപ്പാട് 3:20, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എന്നെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇന്ന് കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന സമയമാ. നിന്നെ സന്ദർശിക്കുന്ന സമയമാ. നിന്നോട് കർത്താവ് സംസാരിക്കുന്ന സമയമാ. 2 കരങ്ങളും യാചനാരൂപത്തെ തുറന്നു പിടിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സ്വരം ഒന്ന് കേട്ടുകൊണ്ട് 2 കരങ്ങൾ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ കടബാധയുള്ള മക്കളുണ്ട്. സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ സ്വരം കേൾക്കട്ടെ. ഈ സമൂഹത്തിൽ രോഗികളായിരിക്കുന്ന മക്കളുണ്ട്. തകർന്ന ഭാര്യ ഭർത്ത ബന്ധങ്ങളുണ്ട്. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ചു പ്രാർത്ഥിച്ചോ മക്കളെ. നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ പ്രായോഗികമായ ബുദ്ധിയെ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയുറ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. ഇത്രയും കാലം നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം നീ ചിന്തിച്ചുവെങ്കിൽ നിന്റെ ബുദ്ധി ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ബുദ്ധി ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ പദ്ധതികൾ നീ തിരിച്ചറിയുക. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നീ തിരിച്ചറിയട്ടെ. 2 കരങ്ങളും സ്വർഗ്ഗത്തോളം ഉയർത്തി വിളിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി കൈകൾ ഉയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇതാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ അവിടുന്ന് തന്റെ കണ്ണും കാതും തുറന്നു വെച്ചിട്ടുണ്ട്. എന്റെ ദൈവം എനിക്ക് തരും. കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ദൈവം നമുക്ക് തരും. കരമുയർത്തി വിളിച്ചോ, സ്വരമുയർത്തി വിളിച്ചോ. ഇന്നൊരു പക്ഷേ ജീവിതമൊക്കെ ഇങ്ങനെ കൈവിട്ടു പോയ പോലെ തോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മക്കളേക്ക് കരമുയർത്തുന്ന മക്കളെ കർത്താവ് കൈ നീട്ടി രക്ഷിക്കും. കർത്താവ് രക്ഷിക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവം എനിക്ക് രക്ഷ തരും, എനിക്ക് സൗഖ്യം തരും, എനിക്ക് വിജയം തരും. വിശ്വസിച്ച് വിളിക്കാം. ഈശോയേ